ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായുള്ള ധ്യാനചിന്തയുടെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അമ്മയുടെ അരികിലിരുന്ന് അമ്മയുടെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ, അമ്മയുടെ സ്വർഗപ്രവേശനം, അമ്മയെ തിരുക്കുമാരൻ മാനിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ ധ്യാനിക്കുന്ന ഈ സമയം, ഈ 4-ാം ദിവസം അമ്മയെ സിംഹാസനത്തിന് അർഹയാക്കി തീർത്ത ഘടകങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ, ഈ 4-ാമത്തെ ദിവസം നമ്മുടെ ധ്യാനചിന്തയായി മറിയത്തിൽ മറഞ്ഞിരിക്കുന്ന, മറിയത്തിൽ തിളങ്ങി നിൽക്കുന്ന, മറിയം വിജയം വരിച്ച ഒരു നല്ല അയൽക്കാരി എന്നുള്ള സ്ഥാനത്തെ നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം. മറിയം നല്ല ഒരു മകളായിരുന്നു, മറിയം നല്ല ഒരു ഭാര്യയായിരുന്നു, മറിയം നല്ല ഒരു അമ്മയായിരുന്നു. അതുപോലെ തന്നെ ഈ 4-ാം ദിവസം നമുക്ക് ധ്യാനിക്കാം, മറിയം നല്ല ഒരു അയൽക്കാരിയായിരുന്നു. നസ്രത്തിലെ ഒരു നല്ല അയൽക്കാരിയായിരുന്നു മറിയം. നസ്രത്തുകാരിയായ മറിയമാം എന്നാണ് മറിയത്തെ സുവിശേഷം ആദ്യം തന്നെ പരിചയപ്പെടുത്തുക. നസ്രത്തിൽ നിന്നുള്ള മറിയം, നസ്രത്തിലെ മറിയം, ആ നാടിൻ്റെ പേര് മറിയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് സുവിശേഷം മറിയത്തെ പരിചയപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ ഒരു പേര് എഴുതി വയ്ക്കുമ്പോൾ അതിനൊരു വലിയ ലക്ഷ്യവും വലിയ ഉദ്ദേശവുമുണ്ട്. വെറുതെ സുവിശേഷം പേരുകൾ എഴുതില്ല. അതുകൊണ്ടാണല്ലോ സുവിശേഷം ചിലയിടങ്ങളിലൊക്കെ ചില പേരുകളെ മനഃപൂർവ്വം മറന്നു കളയും. ചിലയിടങ്ങളിലൊക്കെ സുവിശേഷം ഇങ്ങനെ ചില പേരുകളെ എടുത്ത് വാഴ്ത്തും. സുവിശേഷത്തിൽ ധനികരെയൊന്നും ദൈവം മാനിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ധനികർക്കൊന്നും പേര് നൽകുന്നില്ല. എന്നാൽ പാവപ്പെട്ടവനെ, ധനികൻ്റെ വീട്ടുവളപ്പിൽ കിടക്കുന്നവനൊക്കെ പേര് നൽകുകയാണ്. അങ്ങനെ സുവിശേഷം പേര് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ ലക്ഷ്യമുണ്ട്. ഇവിടെ സുവിശേഷത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തോട് ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ നസ്രത്ത് എന്ന പേരിന് വലിയ ചില ലക്ഷ്യങ്ങളും അർത്ഥങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യത്തിൽ നസ്രത്തിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരണം നൽകുന്നുണ്ട്. നഥാനിയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്, ഫിലിപ്പോസേ, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നസ്രത്ത് എന്ന നാടിനെക്കുറിച്ച് യേശുവിൻ്റെ കാലത്ത് ആ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു നന്മയുമില്ലാത്ത നാടാണ് നസ്രത്ത് എന്നാണ്. അങ്ങനെ ഒരു പഴമൊഴി തന്നെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ബൈബിൾ പണ്ഡിതർ പറയുന്നത്. ഒരു നന്മയുമില്ലാത്ത നാട്. പ്രിയപ്പെട്ടവരെ, ദൈവജനനി പരിശുദ്ധ അമ്മ ജനിച്ച് വളർന്ന് ജീവിക്കുന്നത് ഈ കൊച്ചു ഗ്രാമത്തിലാണ്. എല്ലാവരും നന്മയില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരുന്ന, പുറന്തള്ളിയിരുന്ന, അവഗണിച്ചിരുന്ന, അവഹേളിച്ചിരുന്ന ഒരു നാട്ടിലാണ് മറിയം ജനിച്ചു വളർന്നത് എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു വലിയ ലക്ഷ്യമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുക്കുന്നതെല്ലാം എളിയ ഇടങ്ങളെയാണ്. എളിയവരെ ഉയർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ ബൈബിളിൽ വായിക്കും. മറിയം തന്നെ പറയുന്നുണ്ട്, അമ്മ തന്നെ പറയുന്നുണ്ട്, അവിടുന്ന് എളിയവരെ ഉയർത്തുന്നു, സിംഹാസനത്തിൽ കയറ്റി ഇരുത്തുന്നു. സ്വർഗസിംഹാസനത്തിൽ മറിയം കയറിയിരിക്കുമ്പോൾ മറിയം പറയുന്ന ഒരു വലിയ സ്വർഗത്തിൻ്റെ സ്വഭാവമാണ് എളിയവരെ ഉയർത്തുന്ന സ്വർഗം, എളിയ വ്യക്തികളെ ഉയർത്തുന്ന സ്വർഗം. അതുപോലെ തന്നെ എളിയ ഇടങ്ങളെ, സ്ഥലങ്ങളെ ഉയർത്തുന്ന ഒരു സ്വർഗത്തെ കൂടി സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് സുവിശേഷത്തിലും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും കാണുന്ന വലിയൊരു രഹസ്യമാണ്. നമ്മളിന്ന് ലോകപ്രസിദ്ധമായ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ചില ഇടങ്ങളൊക്കെ ഇല്ലേ? ലൂർദ്, ഫാത്തിമ, മെജുഗുറി, വേളാങ്കണ്ണി. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ടൊക്കെ ശ്രദ്ധേയമായി ലോകത്തിൽ തന്നെ എല്ലാവരും അറിയുന്ന ഇടങ്ങളായി ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളുടെ എല്ലാം വലിയ പ്രത്യേകത, പൊതുവായ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഇടങ്ങളെല്ലാം, ഈ ഗ്രാമങ്ങളെല്ലാം അറിയപ്പെടാത്ത ഇടങ്ങളായിരുന്നു. ആർക്കും വേണ്ടാത്ത, എല്ലാവരും തള്ളിക്കളഞ്ഞ, ഒന്നിനും കൊള്ളാത്ത ഭൂപ്രദേശങ്ങളുള്ള, ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത കല്ലും കൂട്ടങ്ങളും പാറക്കൂട്ടങ്ങളും മുൾച്ചെടികളും നിറഞ്ഞ് മനുഷ്യർ ഉപേക്ഷിച്ച് കളഞ്ഞ ചില സ്ഥലങ്ങളാണ് ഈ ലൂർദും ഫാത്തിമായും വേളാങ്കണ്ണിയും മെജുഗുറിയും ഒക്കെ.
പ്രിയപ്പെട്ടവർ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും എനിക്ക് ലൂർദിലൊന്ന് പോകണം, ഫാത്തിമയിലൊന്ന് പോകണം, മെജ്ജുകുറിയിലൊന്ന് പോകണം. നമ്മൾ തീരെ നിവൃത്തിയില്ലേ പറയും വേളാങ്കണ്ണിയിലേലും എനിക്കൊന്ന് പോകണം. പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളായി, സ്നേഹിക്കുന്ന ഇടങ്ങളായി ഈ ഇടങ്ങൾ മാറി. മാത്രമല്ലല്ലോ, നമ്മൾ കാണും ഓരോ ദേവാലയങ്ങളുടെയും മുമ്പിൽ നമ്മൾ ഈ ലൂർദിൻ്റെയൊക്കെ പകർപ്പ് ഇങ്ങനെ നിർമ്മിക്കുക, ഗ്രോട്ടോകൾ നിർമ്മിക്കുക. അന്ന് മാതാവ് വന്ന ആ പാറക്കൂട്ടം, ആരും പോകയില്ലാത്ത ആ ദുർഘടം പിടിച്ച പാറക്കൂട്ടത്തെ ഇന്ന് വലിയ പണം മുടക്കി നമ്മൾ നിർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ചില ഇടങ്ങളെ എടുത്ത് വാഴ്ത്തുന്ന വിധമാണ്, അതിൻ്റെ അത്ഭുതങ്ങളാണ് ഈ കാണുന്ന കാഴ്ചകളെല്ലാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം നസ്രത്ത് എന്ന് പറയുന്ന ഇടത്തെ എടുത്തുയർത്തി. മറിയത്തിലൂടെയാണ് ഈ നസ്രത്ത് അനുഗ്രഹിക്കപ്പെടുക. നമുക്കറിയാം, ഒരു നന്മയും വരില്ല എന്ന് പറഞ്ഞ് അവഹേളിച്ച് മാറ്റിയിട്ടിരിക്കുന്ന ഈ നാട്ടിൽ നിന്നാണ്, നസ്രത്തിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ നന്മ വരിക. എല്ലാ നന്മകളുടെ ഉറവിടമായ ഈശോ തന്നെ വരുന്നത് എവിടുന്ന? നസ്രത്തിൽ നിന്നാണ്. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള പ്രവചനം പൂർത്തിയാവുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ നന്മ, ഈ ഒരു നന്മയില്ലെന്ന് പറഞ്ഞ ഈ നാട്ടിൽ നിന്ന് വരുന്നത് നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ഏറ്റവും നല്ല നന്മയെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതാരാ? പരിശുദ്ധ അമ്മയാണ്. മറിയത്തിലൂടെയാണ് ഈശോ നസ്രത്തിൽ വരുന്നത്. മറിയത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് ബാലനായ ശിശു ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് നസ്രത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്നു. നസ്രത്ത് എന്ന നാട് ലോകമുള്ള കാലത്തോളം മറക്കാത്ത പുണ്യഭൂമിയായി മാറുന്നു. രക്ഷകൻ്റെ പേരിനോട് ചേർത്ത് നസ്രത്ത് എന്ന പേര്, നസ്രായൻ എന്ന പേര് ചേർക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ ഇടപെടൽ, പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം ആ നാടിനെ ഏറ്റവും നന്മയുള്ള നാടാക്കി മാറ്റി. അതിൻ്റെ പേര് തന്നെ മാറ്റിമറിക്കുക. അങ്ങനല്ലേ ലൂർദിനെ മാറ്റിമറിച്ചത് മറിയമാണ്, ഫാത്തിമയെ മാറ്റിമറിച്ചത് മറിയമാണ്, മെജ്ജുകുറിയെ മാറ്റിമറിക്കുന്നത് മറിയമാണ്, വേളാങ്കണ്ണിയെ മാറ്റിമറിക്കുന്നത് മറിയമാണ്. മറിയത്തിൻ്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളായിട്ട് അതിനെ മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഈ സ്വർഗസിംഹാസനത്തിൻ്റെ കിരീടം ഏറ്റുവാങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു രഹസ്യം കൂടിയുണ്ട്. ദൈവം ഏൽപ്പിച്ച ഇടങ്ങളെ മനോഹരമാക്കുന്ന മറിയം, ദൈവം ഏൽപ്പിച്ച ഇടങ്ങളെ പ്രിയപ്പെട്ടവരെ ദൈവനിയോഗമായി സ്വീകരിച്ച ആ ഇടങ്ങളെ മനോഹരമാക്കിയ മറിയത്തെ നമ്മൾ ധ്യാനിക്കണമെന്നൊരു ഓർമ്മ ഈ തിരുനാൾ നമുക്ക് തരുന്നുണ്ട്. ദൈവം നമ്മളെ എല്ലാം ഓരോ ഇടങ്ങളിലാണ് രൂപപ്പെടുത്തുക. നമുക്കെല്ലാം ഓരോ ജന്മദേശമുണ്ട്. നമ്മൾക്ക് ദൈവം തരുന്ന നിയോഗങ്ങളുടെ ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളെ അനുഗ്രഹത്തിൻ്റെ ഇടമാക്കി മാറ്റാനുള്ള വിളിയും നിയോഗവും നമുക്കുണ്ടെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുകയാണ് ഒരു ചെറുപ്പക്കാരനെ, വളരെ ബുദ്ധിമുട്ടി കടന്നുപോയൊരു ബാല്യം അവനുണ്ട്. വലിയ ഞെരുക്കങ്ങളിലൂടെ, ദാരിദ്ര്യത്തിലൂടെയൊക്കെ കടന്നുപോയൊരു ബാല്യം, ആഹാരത്തിന് തന്നെ ബുദ്ധിമുട്ടിയൊരു ബാല്യം, അപ്പൻ്റെ രോഗം, ഇതെല്ലാം പേറിയൊരു കഷ്ടത നിറഞ്ഞൊരു ബാല്യ കുഞ്ഞിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവനങ്ങനെ വളരെ പരിമിതമായ ചാണകം മെഴുകിയ ചോർന്നൊലിക്കുന്നൊരു വീടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ജനിച്ചു വളർന്നു. അപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ട് രോഗത്തിൻ്റെ നടുവിലും ഈ കുടുംബത്തെ പുലർത്തി. അമ്മ കൂലിവേലയൊക്കെ ചെയ്ത് അപ്പൻ്റെ അധ്വാനങ്ങളോട് കൂട്ടിച്ചേർത്ത് അങ്ങനെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നീട് പഠിച്ചു മുന്നോട്ട് പോയി. അങ്ങനെ ദൈവാനുഗ്രഹം പോലെ ഈ കുഞ്ഞ് അവനൊരു വളർന്ന് യുവാവായി കഴിഞ്ഞപ്പോൾ അവന് കുവൈറ്റിലൊരു നല്ല ജോലി കിട്ടി. വളരെ ഉന്നതമായൊരു നിലയിലേക്ക്, അവന് ചിന്തിക്കാൻ പോലും പറ്റാത്ത, അവനെ അറിയാവുന്നവർക്കൊക്കെ ഊഹിക്കാൻ പോലും പറ്റാത്ത വലിയൊരു സ്ഥാനത്തേക്ക്, വളരെ ആവറേജായിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഈ ചെറുപ്പക്കാരൻ ഉയർന്ന് ഒരു വലിയ നിലയിലെത്തി. ഇന്ന് ഒരുപാട് സാമ്പത്തികമായിട്ട് ഈ ചെറുപ്പക്കാരൻ വളർന്നു, നല്ല നിലയിലെത്തി. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലും വിദേശത്തൊക്കെ ഇവന് ഒരുപാട് നിക്ഷേപവും സമ്പത്തും സ്ഥലങ്ങളും ഒക്കെ വാരിക്കൂട്ടി. പ്രിയപ്പെട്ടവർ, അതിൻ്റെ ഇടയിലൊക്കെ ഈ ചെറുപ്പക്കാരനെ വ്യത്യസ്തനാക്കുന്ന ഒരു വലിയ ഗുണം ഇവന് ഞാൻ കണ്ടത് ഇതാണ്. ഈ ചെറുപ്പക്കാരൻ അവൻ്റെ ജന്മദേശത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. ഈ പരിമിതമായ ഇടത്തിൽ നിന്ന് വളർന്നുയർന്ന് ചിന്തിക്കാനും പോലും പറ്റാത്ത ഒരു അന്യദേശത്ത് ചേക്കേറി അവിടെ ജീവിതത്തിൻ്റെ ആ നല്ല സമൃദ്ധിയിൽ ജീവിക്കാമോ എന്ന് ഈ ചെറുപ്പക്കാരൻ എല്ലാ ആണ്ടിലും കുറേ സമയം അവൻ ജനിച്ചു വളർന്ന് ഈ ദേശത്ത് വരും. അവർ ജനിച്ചു വളർന്നൊരു കൊച്ചു വീടും അതിൻ്റെ ഒരു കുഞ്ഞു പുരയിടമൊക്കെ ഉണ്ട്.
അവർക്ക് വേണമെങ്കിൽ അത് കൈമാറ്റം ചെയ്യപ്പെട്ട് അത് ആർക്കെങ്കിലും വിറ്റിട്ട് വളരെ സുഖമായിട്ട് നല്ല ഇടങ്ങളൊക്കെ വാങ്ങിക്കാം. പക്ഷെ അവർ ഈ ജനിച്ചു വളർന്ന ആ വീടും അതിൻ്റെ ആ കുഞ്ഞ് പരിമിതമായ ചുറ്റുവട്ടവും ഒരിക്കലും വിൽക്കുന്നില്ല. അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എല്ലാവരും അവരോട് പറയുന്നുണ്ട്, ഇത് വിറ്റ് കള, എന്തിനാ ഇതിങ്ങനെ ഇട്ടിരിക്കണേ? പക്ഷെ അവനതിങ്ങനെ സൂക്ഷിച്ചിരിക്കുക. എന്തിനാ? ഒരു തിരിശേഷിപ്പ് പോലെ. അവൻ്റെ ബാല്യത്തിൻ്റെ നന്മ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഞങ്ങളെ ഉയർത്തി ഇത്രത്തോളം എത്തിച്ചു എന്നുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അതിനെ സൂക്ഷിക്കുക. എന്നിട്ട് ചെറുപ്പക്കാരൻ ചെയ്യുന്നത്, എല്ലാ ആണ്ടിലും പല പ്രാവശ്യം അവൻ ഈ ദേശത്ത് വരും. അവിടെ ചെയ്യാവുന്ന നന്മയെല്ലാം ഈ ചെറുപ്പക്കാരൻ ചെയ്യും. അവിടെയുള്ളൊരു ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഉച്ചഭക്ഷണം ഇവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഇങ്ങനെ സ്പോൺസർ ചെയ്തിരിക്കുക. അത് ഈ ഹോസ്പിറ്റലിലേക്ക് എല്ലാ വർഷവും കൊണ്ടുവന്നൊരു തുക കൊടുക്കുക. എന്തിനെന്നറിയാമോ? അവിടെ വരുന്ന രോഗികൾക്ക്, തൻ്റെ ഗ്രാമത്തിലുള്ള പാവപ്പെട്ടവർക്ക്, രോഗികളായി കഴിയുന്നവർക്കുള്ള സൗജന്യ ഭക്ഷണത്തിനുള്ള തുക. മാത്രമല്ല, അവൻ പഠിച്ച വിദ്യാലയത്തിൽ എല്ലാ വർഷവും കുറേ കാര്യങ്ങൾ അവൻ സ്പോൺസർ ചെയ്ത് കൊടുക്കും. ആ വിദ്യാലയത്തോടുള്ള സ്നേഹം, പ്രിയപ്പെട്ടവരെ, അതുമാത്രം ആ നാടിനോടുള്ള സ്നേഹം. അവന് അതുപോലെ തന്നെ ആ ഗ്രാമത്തിൽ നിന്ന് അനേകരെ അവൻ ആയിരിക്കുന്ന ഈ വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവിടെ എത്തപ്പെടുന്ന ആദ്യഘട്ടത്തിലൊക്കെ വരുന്നവർക്ക് ചെല്ലുമ്പോൾ എല്ലാ സൗകര്യവും, താമസിക്കാനുള്ള സൗകര്യം, താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്താനായിട്ട് സഹായിക്കുക. ഇങ്ങനെ എല്ലാവരുടെ കൂടെ നടന്ന് ഈ ചെറുപ്പക്കാരെ സഹായിക്കുക. എന്നിട്ട് അവിടെ എത്തിയ എല്ലാ അവൻ്റെ നാട്ടിൽ നിന്നുള്ള നാട്ടുകാരെ എല്ലാം ചേർത്തിണക്കി അവിടെ വിദേശത്തൊരു ചെറിയ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി, ഒരു അസോസിയേഷൻ രൂപപ്പെടുത്തി. ഓണത്തിനും ക്രിസ്മസിനും മറ്റ് കൂട്ടായ്മകളിലൊക്കെ അവർ ഒരുമിച്ച് ആ നാടിൻ്റെ സ്നേഹവും ബന്ധവും അവിടെ ഇങ്ങനെ ഊഷ്മളമായിട്ട് പുതുക്കുന്ന ഒരു കാഴ്ച എന്നെ ഈ നാളുകളിലേറെ അത്ഭുതപ്പെടുത്തിയ, ചിന്തിപ്പിച്ച, പ്രചോദിപ്പിച്ച ഒരു കാഴ്ചയാണ്. പ്രിയപ്പെട്ടവർ, ഒരു മനുഷ്യൻ തൻ്റെ നാടിനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ആ നാട്ടിലുണ്ടായ നന്മ, ആ നാട്ടിലുള്ള മനുഷ്യർക്കുണ്ടായ നന്മ, അതാണ് ഞാൻ ഈ ചെറുപ്പക്കാരിൽ നിന്ന് കണ്ട് നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഇടങ്ങളെ സ്നേഹിക്കാനും ആ ഇടങ്ങളെ നന്മയുടെ ഇടങ്ങളാക്കി മാറ്റാനുമുള്ളൊരു വിളിയും നിയോഗവും നമുക്കുണ്ട്. ആ നിയോഗം പൂർത്തീകരിച്ചവളാണ് മറിയം. ഒന്നിനും കൊള്ളില്ലാത്ത നാടിനെ, ഒരു നന്മയുമില്ലാത്ത നാടിനെ ഏറ്റവും വലിയ നന്മയുടെ ഇടമാക്കി ഉയർത്തിയ മറിയം നമ്മളോടും പറയുന്ന ഒരു വിളി, നിയോഗം ഇതാണ്: നമ്മുടെ ഇടങ്ങളെ നന്മയുടെ ഇടങ്ങളാക്കി മാറ്റി ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിയോഗം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. മറിയം നല്ലൊരു അയൽക്കാരിയാണ്. നല്ലൊരു ചുറ്റുപാടുകളെല്ലാം, മറിയം ചെന്ന ഇടങ്ങളെയെല്ലാം മറിയം മനോഹരമാക്കി എന്നതാണ്. നസറത്തിനെ മാത്രമല്ല, ആ ദേശത്തെ മാത്രമല്ല, അവളുടെ ജീവിതവുമായി ചേർന്ന എല്ലാ വീടുകളെയും എല്ലാ വ്യക്തികളെയും അമ്മ ഇങ്ങനെ മനോഹരമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. കാനായിലെത്തുന്ന അമ്മയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കാനായിലെത്തുന്ന മറിയം കാണുന്ന മറിയത്തിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത, മാതാവ് ആ വീടിൻ്റെ പ്രതിസന്ധി കണ്ടു എന്നതാണ്. പ്രതിസന്ധി കണ്ടിട്ട് മറിയം എന്ത് ചെയ്യുന്നു? മറിയം അത് വിളിച്ചു കൂവുന്നില്ല, അതവിടെ മുഴുവൻ പരസ്യമാക്കുന്നില്ല. മറിയം വളരെ രഹസ്യമായിട്ട് ചെന്ന് അത് പരിഹരിക്കാൻ പറ്റുന്ന ആളോട് മാത്രം അതും രഹസ്യമായിട്ട് പറയുന്നു എന്നത് വലിയ ശ്രദ്ധേയമായൊരു കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള കുറവുകളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞ് കുറവുകളെ ഇങ്ങനെ പറയുന്ന ഒരു പ്രകൃതി ഇന്ന് വളരെ വർദ്ധിച്ചു വരിക. മാധ്യമങ്ങളൊക്കെ ഇന്ന് ഇങ്ങനെ വളരെ അലേർട്ടായിട്ട് നിൽക്കുക. നമുക്ക് ആർക്ക് വേണമെങ്കിൽ എപ്പോഴും എന്തും ആരുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ, പ്രിയപ്പെട്ടവരെ, നേർക്കാഴ്ചകളായിട്ട് സെക്കൻഡുകൾ കൊണ്ട് ലോകത്തിൻ്റെ ഏതറ്റം വരെയും എത്തിക്കാൻ പറ്റുന്നൊരു സാധ്യതകളൊക്കെ നമ്മുടെ പോക്കറ്റിൽ തന്നെ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുറവുകളെ എവിടെയും വിളിച്ച് പറയാൻ പറ്റുന്നൊരു സാധ്യത നമ്മുടെ കയ്യിലുള്ളപ്പോൾ മറിയം ചെയ്യുന്നൊരു കാര്യം, കുറവിനെ രഹസ്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന ഇടത്തിൽ പോയി മാത്രം ആ കുറവിനെ അവതരിപ്പിക്കുന്ന ഒരു മറിയത്തെ നമ്മൾ കാണും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിനുള്ള പരിഹാരം, അതിനുള്ള പ്രതിവിധി മറിയം കണ്ടെത്തുകയാണ്. ആ പ്രതിവിധി ഇതാണ്: മിശിഹായാണ് ആ പ്രതിവിധി, ഈ തിരുക്കുമാരനാണ് പ്രതിവിധി. അവന് ആ പ്രതിസന്ധിയെ മാറ്റാൻ പറ്റുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല സാമൂഹ്യ ബന്ധത്തിൽ, അയൽപക്ക ബന്ധത്തിലൊക്കെ നമ്മൾ പുലർത്തേണ്ട ഒരു അടിസ്ഥാന ജീവിത
നിയോഗമാണ് മറിയം നമ്മളെ പഠിപ്പിക്കുക. അതിതാണ് നമ്മുടെ ചുറ്റുപാടുമൊക്കെ കാണുന്ന, അയൽപക്കങ്ങളിലൊക്കെ കാണുന്ന കുറവുകളില്ലേ, അതിനെ പരസ്യമായി പറയാതെ അതിനെ രഹസ്യമായിട്ട് ഉൾക്കൊണ്ടിട്ട് അത് പരിഹരിക്കാൻ നമ്മളാൽ പറ്റുന്നത് ചെയ്യുക. നമ്മളത് പരിഹരിക്കുക എന്നതാണ് നമ്മുടെ നിയോഗമെന്ന് നമ്മ പഠിപ്പിക്കുക. പ്രിയപ്പെട്ട ഒരു അമ്മ ചെന്ന് അത് പരിഹരിക്കുക. വില കൊടുത്തുകൊണ്ട് തന്നെയാണ് അമ്മ ആ കാനായിലെ കുറവ് പരിഹരിച്ചത് നമുക്കറിയാം. ആത്മീയ പിതാക്കന്മാർ, ബൈബിൾ പണ്ഡിതർ ഈ ധ്യാനത്തെ, ഈ ഒരു വചനഭാഗത്തെ ധ്യാനിക്കുമ്പോൾ നമ്മളോട് പറയും, അവിടെ ഏറ്റവും വലിയ വില കൊടുത്തതാരാ? ആ കുടുംബം സമൃദ്ധിയിലേക്ക് വരുമ്പോൾ, ആ കുടുംബം ആനന്ദത്തിലേക്ക് വരുമ്പോൾ, ആ വിവാഹം മംഗളമായി തീരുമ്പോൾ, അവിടെ ഒരു അമ്മയുടെ ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ചരിത്രം അവിടെ നമ്മൾ വായിച്ചെടുക്കണം. ഒരമ്മയുടെ വലിയ സമർപ്പണം അവിടെയുണ്ട്, ഒരമ്മയുടെ നഷ്ടം അവിടെയുണ്ട്. ഈ മറിയമെന്ന അമ്മ വലിയ നഷ്ടം സഹിക്കുമ്പോഴാണ് ആ കുടുംബത്തിൻ്റെ വിവാഹം മംഗളമാകുന്നത്. മറിയം സഹിച്ച നഷ്ടം എന്തായിരുന്നു? അന്ന് വരെ 30 വയസ്സ് വരെ തൻ്റെ ഓരം ചേർന്ന് ജീവിച്ച ഈ മകനെ, തൻ്റെ എല്ലാമായിരുന്ന മകനെ, ഈ അമ്മയ്ക്ക് ഇനി മറ്റാരുമില്ല കേട്ടോ, ജീവിത പങ്കാളിയും മുമ്പേ മരിച്ചുപോയി, ഏക മകനാണ്, വിധവയായി അമ്മ, അമ്മയ്ക്കുള്ള ഏകാശ്രയം ഈ മകനാണ്. ആ മകനെ ഈ അമ്മ തന്നെ പരസ്യ ശുശ്രൂഷയ്ക്കായി ഇങ്ങനെ പറഞ്ഞയക്കുകയാ. സമയമായി മകനെ എന്ന് പറഞ്ഞ് അവനെ ജീവിത നിയോഗത്തിലേക്ക്, ദൈവത്തിൻ്റെ നിയോഗത്തിലേക്ക് ഇങ്ങനെ കൈപിടിച്ചിറക്കുന്ന ഒരു അമ്മയെ നമ്മൾ കാണുകയാണ്. മറിയം ശരിക്കും ആ മകനെ നഷ്ടപ്പെടുത്തുന്ന രംഗമാണ് കാനായിലെ ഈ അത്ഭുതം. അവളുടെ കൺമുമ്പിൽ നിന്ന് പുത്രൻ ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച അമ്മ ഇങ്ങനെ കാണുന്നൊരു രംഗം കാനായിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലേക്ക് ഈ മകനെ ഇറക്കുകയാണ് അമ്മ ആ കുടുംബത്തിന് വേണ്ടി. ആ കുടുംബത്തിൻ്റെ സങ്കടം കണ്ടിട്ട് അമ്മ അതിനേക്കാൾ വലിയ സങ്കടം, ഒരു തീരാ സങ്കടം, പുത്രനെ നഷ്ടപ്പെടുന്ന സങ്കടം അമ്മ ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ഇടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, നമ്മുടെ ഓരം ചേർന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ചില ത്യാഗങ്ങൾ എടുക്കാനുള്ള വിളി നമുക്കുണ്ട്. അതാണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്. കുറവുകൾ കണ്ടെത്തിയാൽ പോരാ, അത് വിളിച്ചു പറഞ്ഞാൽ പോരാ, അതിനുള്ള സങ്കടമോ ആവലാതികളോ കാണിച്ചാൽ പോരാ, അത് പരിഹരിക്കുന്നിടത്താണ് അയൽക്കാരൻ എന്നുള്ള ദൗത്യം പൂർത്തിയാവുക എന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാം വാക്യം, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കുവാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. നന്മ അവകാശമുള്ള ഇടങ്ങളിലെല്ലാം നന്മ എത്തിച്ചു കൊടുക്കാനുള്ള ജീവിത നിയോഗം നമുക്കുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ എന്ന അയൽക്കാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ലേ? നന്മ ലഭിക്കാൻ കൊടുക്കേണ്ട ഇടങ്ങളിലെല്ലാം ഓടി നടന്ന് നന്മ കൊടുക്കുന്ന ഒരമ്മയെ നമ്മൾ കാണുകയാണ്. കാനായിൽ മാത്രമല്ലല്ലോ, അങ്ങ് എലിസബത്തിൻ്റെ വീട്ടിലൊക്കെ മറിയം ഇങ്ങനെ മലമ്പ്രദേശത്തൂടെ തിടുക്കത്തിൽ പോയി എന്ന് നമ്മൾ ബൈബിൾ വായിക്കുക. ആ വചനം എഴുതി വെച്ചിരിക്കുന്നത് പോലും, ലൂക്ക എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ, അവൾ മലമ്പ്രദേശത്തൂടെ തിടുക്കത്തിൽ യാത്ര പോയി. നന്മ ആവശ്യമുണ്ട്, ശുശ്രൂഷ ആവശ്യമുണ്ട്, സാന്നിധ്യം ആവശ്യമുണ്ട്, പരിചരണം ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അമ്മ ഇറങ്ങി മലമ്പ്രദേശത്തൂടെ ഓടുന്ന കാഴ്ച നമ്മൾ കാണും. ബൈബിൾ പണ്ഡിതർ പറയും, ഏകദേശം 15 ദിവസത്തിലധികം ദൂരം യാത്ര ചെയ്ത് ആണ് മറിയം ഈ എലിസബത്തിൻ്റെ വീട്ടിലെത്തുക. വീണ്ടും തിരിച്ചും ഇങ്ങോട്ട് അത്രയും നീണ്ട യാത്രയുണ്ട്. തനിച്ചൊരു പെൺകുട്ടി ഇങ്ങനെ യാത്ര ചെയ്യുക ആ കാലഘട്ടത്തിൽ എത്രയോ അപകടവും ദുഷ്കരവുമായ കാര്യമാണ്. എന്നാൽ അതെല്ലാം അവഗണിച്ച് മറിയം ഇങ്ങനെ മലമ്പ്രദേശത്തൂടെ യാത്ര ചെയ്യുകയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി. തൻ്റെ ഇളയമ്മയെ സന്ദർശിച്ച് സഹായിക്കാൻ, സ്നേഹിക്കാൻ, ശുശ്രൂഷിക്കാൻ, ദാസിയാകാൻ മറിയം ഓടുക. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല അയൽബന്ധത്തിൻ്റെ, സാമൂഹ്യ ബന്ധത്തിൻ്റെ ഒക്കെ ഒരു നല്ല കാഴ്ച പരിശുദ്ധ അമ്മയിൽ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓടി നടക്കുന്ന അമ്മയെക്കുറിച്ച് ബൈബിൾ പണ്ഡിതർ പറയുന്ന ഒരു ചിന്ത കൂടിയുണ്ട്. മറിയം ഇങ്ങനെ ഈ മലമ്പ്രദേശത്തേക്ക് ഓടിയത് ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് തൻ്റെ ഹൃദയത്തിൻ്റെ വ്യഥകൾ പങ്കുവെച്ചൊരാശ്വാസം നേടാൻ വേണ്ടി കൂടിയായിരുന്നു എന്നുകൂടി ബൈബിൾ പണ്ഡിതർ പഠിപ്പിക്കും. മറിയം ആ സമയം മംഗളവാർത്ത കേട്ട് അത് സ്വീകരിച്ച് രക്ഷകൻ്റെ അമ്മയായി തീരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന നേരത്താണ് മറിയം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. മറിയത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ ആദി കിടപ്പുണ്ട്, വലിയ ഒരു വേദന കിടപ്പുണ്ട്. ആ വേദന ഇതാണ്, താൻ പുരുഷനറിയാതെ ഗർഭിണിയായിരിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ഉള്ളിലുള്ള
ഒരു ബോധ്യമാണ്, ഒരു തിരിച്ചറിവാണിത്. പക്ഷെ ഇത് ആർക്കും മനസ്സിലാവില്ല. ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമോ? പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഞാനിതാ ദൈവത്തിൻ്റെ അമ്മയായി തീർന്നിരിക്കുകയാണ്. ഇനി പാവപ്പെട്ട നസ്രത്തിലെ പെൺകുട്ടി ആരോട് പറഞ്ഞാലും ആ കാലത്ത് അവർ ഗ്രഹിക്കില്ല. ഇത് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. ഇനി ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആരേലും ഉണ്ടോ? അമ്മ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ദൂതൻ തന്നെ പറഞ്ഞു, ഒരാൾക്ക് മനസ്സിലാകും. നിന്നെ ആർക്കാ? നിൻ്റെ ഇളയമ്മയായ എലിസബത്തിന്. കാരണം എന്താ? അവൾ പ്രായം കവിഞ്ഞവളാണ്, വന്ധിയാണ്, മക്കളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള അവൾക്കിതാ 6ാം മാസമാണ്. അവളൊരു പുത്രനെ ഉദരത്തിൽ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് നിന്നെ മനസ്സിലാകും, നിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും, നീ പറയുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലാകും. കാരണം ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ പറ്റാത്ത കാലത്ത് അവൾ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിച്ചിരിക്കുക. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് അവൾക്കറിയാം. അവൾക്ക് നിന്നെ മനസ്സിലാകുമെന്ന് മറിയത്തിന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കൂടിയാണ് മറിയം ഓടുന്നത് കേട്ടോ ഈ എലിസബത്തിൻ്റെ അരികിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഈ അയൽബന്ധങ്ങളിൽ നൽകുന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്ന ഇടങ്ങളായിട്ട് കൂടി മാറണം. എല്ലാവർക്കും ആശ്വാസം കൊടുക്കുന്നവരായി മാറുന്നതോടൊപ്പം നമ്മൾ ആശ്വാസം സ്വീകരിക്കുന്ന വ്യക്തികൾ കൂടിയായി മാറണം. ഇത് ബന്ധത്തിൻ്റെ ഒരു തലമാണ്, ഒരു ബന്ധത്തിൻ്റെ ഇരുപുറവുമാണ്. ആശ്വാസം കൊടുക്കുന്നതോടൊപ്പം ആശ്വാസം സ്വീകരിക്കുന്ന ഒരു തലം കൂടി എല്ലാ ബന്ധങ്ങളിലുമുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഈ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഇപ്രകാരം ആശ്വാസം സ്വീകരിക്കുന്ന വ്യക്തി കൂടിയായി മാറുകയാണ്. പലയിടങ്ങളിലും അത് സംഭവിക്കുന്നില്ല. എല്ലാവരുടെയും വിവരങ്ങൾ അറിഞ്ഞും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ ഹൃദയം തുറക്കുമ്പോൾ, അവിടെയും 2 ഹൃദയങ്ങളും കൂടെ തുറക്കുമ്പോഴാണല്ലോ അവിടെ ഹൃദയങ്ങൾ ഒന്നാകുന്നത്. ഒന്ന് മാത്രം തുറന്നാൽ, ഒരു ഹൃദയം മാത്രം തുറന്നാൽ ഒരിക്കലും തുറവിയാകുന്നില്ല. 2 ഹൃദയങ്ങളും തുറക്കുമ്പോഴാണ്, 2 കരങ്ങളും കൂട്ടിയടിക്കുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത് എന്ന് പറയുന്നത് പോലെ 2 ഹൃദയങ്ങൾ തുറക്കുമ്പോഴാണ് അവിടെ ഹൃദയങ്ങളൊന്നാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു രഹസ്യം കൂടി, ഇങ്ങനെ ഒരു ചിന്ത കൂടി പരിശുദ്ധ അമ്മ തരുന്നുണ്ട്. ഇന്ന് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ജീവിതങ്ങൾ അറിയാൻ, അവരുടെ കാര്യങ്ങൾ അറിയാൻ, അവരുടെ രഹസ്യങ്ങൾ അറിയാനൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുമ്പോൾ, അതിലേക്ക് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എവിടെയും ക്യാമറ കണ്ണുകളുമായി ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വചനം നമ്മളോട് പറയുന്നുണ്ട്, നിൻ്റെ ഉള്ളിലേക്കൂടി നിൻ്റെ ക്യാമറ കണ്ണുകളൊന്ന് തുറക്കുക, നിൻ്റെ ഉള്ളിലേക്ക് തുറക്കുക, നിൻ്റെ ഉള്ളുകൂടി അപരനിലേക്ക് തുറക്കുക. അങ്ങനെ ഒരു നിയോഗം കൂടി ഈ ബന്ധത്തിലെ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അങ്ങനെ തുറക്കുന്ന മറിയം, ഈ തുറക്കുന്ന മറിയം, ഇങ്ങനെ ഈ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന മറിയം, ആശ്വാസം കൊടുക്കാനും ആശ്വാസം സ്വീകരിക്കുവാനും എത്തുന്ന മറിയം, അവിടെ എന്താ സംഭവിക്കുക? അവിടെ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുക. 2 കരങ്ങൾ കൂട്ടിയടിക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് പോലെ മറിയവും എലിസബത്തും കണ്ടുമുട്ടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു, അവിടെ സന്തോഷം കടന്നു വരുന്നു, അവിടെ ഉദരത്തിലുള്ള കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടുക. അങ്ങനെ തലമുറകൾ മറിയത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സന്തുഷ്ടയാകുന്ന ഒരു കാഴ്ച നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാന്നിധ്യങ്ങൾ, ബന്ധങ്ങളൊക്കെ ഇപ്രകാരമാകണം. നമ്മൾ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ, നമ്മളൊരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ, നമ്മളൊരു ഒരു ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാകണം. ഒരു നിയോഗം അത് പൂർത്തിയാക്കാനുള്ള കടമ കൂടി നമുക്കുണ്ട്. നമ്മളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, സാന്നിധ്യം ഉണ്ടാകണമെന്ന് വചനം കാണുകയാണ്, വചനം നമ്മളോട് പറയുകയാണ്. അങ്ങനെ തലമുറകൾ, പ്രിയപ്പെട്ടവരെ, ഇടങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. പിന്നീടുള്ള തലമുറകളെല്ലാം മറിയത്തെ വാഴ്ത്തുമെന്ന് പറയുന്നത് ഈ ഒരു സാന്നിധ്യത്തിൻ്റെ ഒരടയാളം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ലേവ്യരുടെ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നൊരു വാക്യമാണിത്. അത് തന്നെ പിന്നീട് പുതിയ നിയമത്തിൽ ഈശോയും ആവർത്തിക്കുന്നുണ്ടല്ലോ, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈശോ ഈ സ്നേഹത്തിൻ്റെ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ കഥകൾ, സമരിയാക്കാരൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ, ഈശോയ്ക്ക് നല്ലതുപോലെ ഈശോയുടെ മനസ്സിൽ പൂർണ്ണ മനുഷ്യനായ
ഈശോയുടെ മനസ്സിൽ ഈ നല്ല അമ്മയുടെ, നല്ല അയൽക്കാരിയായ, സ്നേഹവതിയായ നസ്രത്തിലെ ഈ അമ്മയുടെ മുഖമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ഇത് പറയുമ്പോൾ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഈശോ പറയുമ്പോൾ ഈശോയുടെ മനസ്സിൽ തൻ്റെ അമ്മയുടെ ചിത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചിത്രം ആ ഈശോയുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് ഈശോ ഈ നല്ല സമരിയാക്കാരൻ്റെ കഥയൊക്കെ പറയുക. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഈ അമ്മയുടെ ഈ ചരിത്രത്തോട് ചേർത്ത് ധ്യാനിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അമ്മ ചെന്ന ഇടങ്ങളെയെല്ലാം സ്നേഹിച്ചു, ചെന്ന വീടുകളെയെല്ലാം സ്നേഹിച്ചു, കണ്ടുമുട്ടിയ ഇടങ്ങളെയെല്ലാം സ്നേഹിച്ചു, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരമ്മ. പ്രിയപ്പെട്ടവരെ, അവസാനം നമ്മൾ കാണുന്നുണ്ടല്ലോ, അമ്മ ആരെയും വെറുത്തില്ല. തൻ്റെ പുത്രനെ ഒറ്റിക്കൊടുത്തവനെയും വഞ്ചിച്ചവനെയും ഓടിപ്പോയവനെയും ഒക്കെ അമ്മ സ്നേഹിക്കുക. അവരെ എല്ലാം ചേർത്ത് നിർത്തി ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ നമ്മൾ കാണും. പ്രിയപ്പെട്ടവരെ, മറിയം എന്നുള്ള നസ്രത്തിലെ സ്ത്രീയുടെ നന്മ അതാണ്. മറിയം എന്ന അയൽക്കാരിയുടെ നന്മ അതാണ്. ആ നന്മയാണ് സ്വർഗം കിരീടമണിയിച്ച് വാഴ്ത്തുന്നത്, ത്രിലോകരാജ്ഞിയായി വാഴ്ത്തുന്നത് ആ നല്ല നസ്രത്തുകാരിയെയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല നസ്രത്തുകാരി എന്നുള്ള സമ്മാനം മറിയം സ്വീകരിച്ച് നിൽക്കുമ്പോൾ അമ്മ നമ്മളോടും പറയുന്നു, നമ്മുടെ ഇടങ്ങളിൽ നന്മയുള്ള മനുഷ്യരായി, നമ്മുടെ ഇടങ്ങളെ നസ്രത്ത് പോലെ നന്മയുടെ ഇടങ്ങളാക്കി മാറ്റാനുള്ള നിയോഗം നമുക്കുണ്ട്. അതിനുവേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഇന്ന് ഈ ധ്യാനചിന്തയോട് ചേർത്ത്, ദൈവമേ, നീ എനിക്ക് തന്ന നാടിനെ, നീ എനിക്ക് തന്ന ഇടങ്ങളെ, നീ എനിക്ക് തരുന്ന ബന്ധങ്ങളെ ഒക്കെ നന്മയുള്ളതാക്കി മാറ്റാനുള്ള ഒരു കൃപ, അവിടെയൊക്കെ ഒരു നന്മ ചെയ്യാൻ, എൻ്റെ ലാഭം നോക്കാതെ നഷ്ടം സഹിച്ചും നന്മ ചെയ്യാൻ മറിയത്തെപ്പോലെ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് അമ്മ വഴി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.